നമസ്കാരം. സുഭാഷിതം. ക്ഷമാധനു കരേയസ്യ ദുർജനം കിം കരിഷ്യതി അതൃണേ പതിതോ വഹ്നി സ്വയമേവോപശ്യാമ്യതി. ഇവിടെ ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്, പുല്ലില്ലാത്ത സ്ഥലത്ത് അഗ്നി വീഴുന്ന അഗ്നി, പുല്ലില്ല ആ സ്ഥലത്ത് അഗ്നി വീണാൽ സ്വയമേവ കെട്ടുപോകും, എല്ലാവർക്കും അറിയാം. പക്ഷേ അതുപോലെ ക്ഷമയാകുന്ന വില്ല് കൈവശമുള്ളവനെ ദുർജനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ദുർജനം എന്നൊരാൾ അല്ലെങ്കിൽ ദുർജനത്തിൻ്റെ മുമ്പിൽ ക്ഷമാശീലനായി നിന്ന് കഴിഞ്ഞാൽ ദുർജനത്തിനൊന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ക്ഷമ മനസ്സിലാക്കി, ക്ഷമയാട്ട് സൂപ്പിന് തുല്യമാണെന്ന് പറയാം. അപ്പോൾ ആ ക്ഷമ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ദുർജനത്തിൻ്റെ മുമ്പിൽ നിന്നാൽ ദുർജനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ഷമയ്ക്കുള്ള ആ പ്രാധാന്യം ഇവിടെ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് ഇതിനോട് ഉപമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പുല്ലില്ലാത്ത സ്ഥലത്ത് അഗ്നി വീണാൽ താനെ കെട്ടുപോകും എന്നതിന് ഒരു ഉദാഹരണ സഹിതം ഇവിടെ ഈ സുഭാഷിതത്തെ ഉപമിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.